ഹായ് മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഇന്നേ എനിക്കൊരു 4-5 തക്കാളി, 4-5 കുറച്ചധികത്തിൽ തക്കാളിക്ക് കിട്ടി. മോൻ വന്നപ്പം കൊണ്ടുവന്നു, മോനും മോളും അവരുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് കൊണ്ടുവന്നു. നല്ല പച്ചത്തക്കാളിക്കാണ്. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ? അതിൽ 4-5 എടുത്ത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് വെച്ചത്, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ വെച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടാ. ഞാൻ ഈ പച്ചത്തക്കാളിക്ക് എടുത്ത് ഒരു 3-4 കട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ 1 സവാളയും പച്ചമുളക്, ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇടാം. ഞാൻ ചുക്കാണ് ഉപയോഗിച്ചത്, ചുക്ക് പൊടിയാണ് ഉപയോഗിച്ചത്. എനിക്ക് ചുക്ക് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ചുക്ക് പൊടി എടുത്ത്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, തേങ്ങ തിരികിയത്, ഉപ്പ്, സ്വല്പം മസാല, ഇതെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി വെച്ച്. 10 മിനിറ്റ് ഇതിൻ്റെ ഈ ഉപ്പും പുളിയും അത് ഈ തക്കാളിക്ക് ഒരു ചെറിയൊരു പുളിപ്പുണ്ടല്ലോ, തക്കാളിക്കല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ ആ ഉപ്പും എല്ലാം കൂടെ കിടന്ന് സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി ഒരു 10-20 മിനിറ്റ് ഞാൻ വെച്ചിരുന്നു കേട്ടോ. വച്ചതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയിട്ട്, പിന്നെ ചിലരൊക്കെ ചെറിയുള്ളി ഇടും. ചെറിയുള്ളി വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. ചെറിയുള്ളി കൂടെ ഇട്ട് വറുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഈ ഇളക്കി വെച്ചിട്ടില്ലേ, പൊത്തി വെച്ചിട്ടില്ലേ, അതിനെ ഇട്ട് കൊടുക്കും. കടു വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് അതിനെ എന്നിട്ട് അടച്ചു വെക്കും. ചെറിയ തീയിൽ അടച്ചു വെക്കും. ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് അടച്ചു വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ, മിനിമം തീയിൽ ഒരു 10 മിനിറ്റ് ഇരിക്കും. അപ്പം 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ തക്കാളിക്കയിലൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്, പിന്നെ നമ്മുടെ ഉള്ളിയിൽ ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഈ ഉപ്പും പുളിയും ആ തേങ്ങയുടെ എസൻസും എല്ലാം കൂടെ ഇറങ്ങി ഒരു നല്ലൊരു ഫ്ലേവറായിട്ടുള്ള ഒരു തോരനായിട്ട് മാറും. അത് നന്നായിട്ട് ആവി വരുമ്പോഴാണ്, നന്നായിട്ട് ആവി വരണം കേട്ടോ. നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണ് നമ്മളതിനെ തുറന്ന് ഇളക്കി വെക്കുന്നത്. നന്നായിട്ട് ആവി ഒന്ന് തുറന്ന് ഇളക്കി വെച്ചതിന് ശേഷം അപ്പം എടുത്ത് നോക്കണം. ഉപ്പൊക്കെ അപ്പം കുറവുണ്ടെന്നെങ്കിൽ നമുക്കപ്പം ആഡ് ചെയ്യാം. അപ്പം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനിതിൽ 2 പച്ചമുളകാണ് ഇട്ടിരുന്നത്. എരി കുറവ്, സ്വല്പം എരി വേണം. എരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു സ്വല്പം മുളക് കൂടി ഇട്ടാലും മതി. എരി വേണ്ടാത്തവർക്ക് 2 പച്ചമുളകൊക്കെ ഇട്ടാൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. അത് ഇളക്കി വെച്ചതിന് ശേഷം സ്വല്പം നേരം അതിനെ ഇങ്ങനെ തുറന്ന് വെക്കുക. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു തോരനാണ്. ഭയങ്കര ടേസ്റ്റ്. ഇവിടെ പപ്പയ്ക്കും മക്കൾക്കും എല്ലാവർക്കും, മോനും മോളും ഒക്കെ വന്നപ്പോഴും അന്ന് ഞാൻ വെച്ചിരുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണേ. നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. കൂടുമല്ലോ.